ശോഭാ സുരേന്ദ്രൻ, എൻ ശിവരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ കുറ്റപ്പെടുത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട്. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനമുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. ബി.ജെ.പിക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു മാധ്യമങ്ങളോട് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ല. ഞാൻ ഇത്രയും ആവർത്തിച്ച് പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ലേ? ആരെങ്കിലും എഴുതി ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് പത്രത്താളുകളിലും ചാനലുകളിലും അടിച്ചുവിടാൻ നിങ്ങളൊക്കെ ഒരു എത്തിക്സിൻ്റെ ഒരു അംശം പോലും നിങ്ങൾക്കില്ല. നിങ്ങളെ കാണുന്നതേ കേരള സമൂഹത്തിന് അലർജിയാണ്. അത്ര അരോചകമാണ് മാധ്യമങ്ങളുടെ കേരളത്തിലെ പ്രവർത്തനം. നിങ്ങളെ ഈ വാട്സപ്പിൽ ആരെങ്കിലും അയച്ചു തരുന്നത് അതേപോലെ അച്ചടിച്ച് വിടാൻ നിങ്ങളൊക്കെ എന്തൊരു മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങൾ കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കണം. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ്, കുറച്ചൊരു മര്യാദ കാണിക്കണം. ഇല്ലെങ്കിൽ ആ മര്യാദ എന്താണെന്ന് കാണിച്ചു തരാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. കള്ള വാർത്തകൾ, പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും. റിപ്പോർട്ട് തനിക്കുള്ള അംഗീകാരമെന്നായിരുന്നു 24-യുടെ സന്ദീപ് വാര്യരുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ എന്റെ സ്വാധീനം ഉണ്ടായി എന്നോ അല്ലെങ്കിൽ ഞാൻ വോട്ട് മറിച്ചു എന്ന് പറയുമ്പോൾ അതെനിക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ബി.ജെ.പിയിൽ നിന്ന് എനിക്ക് അടർത്തിയെടുക്കാൻ സാധിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഞാൻ പരസ്യമായി ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ ബി.ജെ.പിക്കാർ സാധാരണ ചെയ്യുന്നത് പോലെ രഹസ്യമായി പോയി വോട്ട് മറിച്ചയാളല്ല. പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചയാളാണ്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, തെരഞ്ഞെടുപ്പിന് സമയത്ത് ചീള് കേസ് എന്ന് വിശേഷിപ്പിച്ച സന്ദീപ് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് വരുമ്പോൾ സന്ദീപ് ഇഫക്റ്റായി മാറുന്നുണ്ട്. മാത്രമല്ല, കൗൺസിലർമാരെ ഒന്നും പഴിയാരി ആരും അങ്ങനെ രക്ഷപ്പെടേണ്ട, സ്ഥാനാർത്ഥിയുടെ പോരായ്മ മറക്കേണ്ട എന്ന് എൻ ശിവരാജൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് കൂടുതൽ തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഇടയാക്കുമെന്ന് ഉറപ്പല്ലേ? കേന്ദ്ര നേതൃത്വത്തിനാണ് ബി.ജെ.പി സംസ്ഥാന ഘടകം ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, 7-8 തീയതികളിൽ എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്തുന്നതിന് വേണ്ടി അതിന് മുന്നോടിയാണ് റിപ്പോർട്ട് നൽകിയത്. അതിൽ ശോഭാ സുരേന്ദ്രനും കൗൺസിലർമാർക്കുമെതിരെ രൂക്ഷ വിമർശനമുണ്ട്. അതിൽ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ കണ്ണാടി പഞ്ചായത്തിലടക്കം വോട്ട് മറിക്കാൻ ശ്രമിച്ചു, അതിൻ്റെ തെളിവുകൾ സഹിതമുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, കൗൺസിലർ വിദേശ് അടക്കമുള്ളവർ ഈ പാലക്കാട് നഗരസഭയിലെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ ശ്രമം നടത്തി തുടങ്ങിയ കാര്യങ്ങളാണ്. മറ്റ് ചില കൗൺസിലർമാരുടെയും പേരെടുത്ത് പറഞ്ഞ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതിൽ നിലവിൽ ഈ 7-8 നടക്കുന്ന പരിപാടിയിൽ ആ യോഗത്തിൽ രൂക്ഷ വിമർശനം ഇപ്പോഴത്തെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിൽ പ്രതിരോധം തീർക്കാൻ തന്നെ ലക്ഷ്യമിട്ട് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അതേസമയം സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ ഈ വോട്ട് മറിക്കലിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നു, അത് സ്വാധീനം ചെലുത്തി സന്ദീപ് എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാണ് മനസ്സിലാവുകയും ചെയ്യുന്നത്. 7-8 തീയതികളിൽ കൃത്യമായി ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടക്കും. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. പരസ്യമായ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവുന്ന തരം പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നൽകിയ റിപ്പോർട്ടിൽ ശോഭാ സുരേന്ദ്രനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവി.